നമുക്കറിയാം, തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി എന്നുള്ളത് അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മുടെ എന്തെങ്കിലും ബുദ്ധിശക്തിയുടെ പവർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ ഒന്നും നമുക്ക് ലഭിച്ചതല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ ചരിത്രങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതിയാവും. എത്രയോ അറിവുണ്ടായിരുന്ന, കഴിവുണ്ടായിരുന്ന, മികവുണ്ടായിരുന്ന, വലിയ വലിയ തറവാട് മഹിമകൾ പറയാനുണ്ടായിരുന്ന ആളുകൾക്കൊന്നും ഈ ഒരു അനുഗ്രഹം, തൗഹീദ് എന്ന അനുഗ്രഹം, ഹിദായത്ത് എന്ന അനുഗ്രഹം ലഭിക്കാതെ പോയിട്ടുണ്ട്. അല്ലെ? നമുക്കറിയാം, നബിമാരുടെ ചരിത്രങ്ങളിൽ പല നബിമാരുടെയും മാതാപിതാക്കൾ തൗഹീദില്ലാത്തവർ, പലരുടെയും മക്കൾ തൗഹീദില്ലാത്തവരാ, പലരുടെയും ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ബന്ധുക്കൾ തൗഹീദില്ലാത്തവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊന്നും നൽകാതെ നമ്മൾക്ക് നൽകി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, പദവി നൽകിയിട്ടുണ്ട്, അവരെക്കാൾ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയിക്കുന്നൊരു വലിയൊരു അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, അല്ലാത്തവർക്കും കൊടുക്കും. സമ്പത്ത്, അധികാരം, ആർഭാടം, സൗകര്യങ്ങൾ, ഇതൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ ദീൻ എന്നുള്ളത്, ഹിദായത്ത് എന്നുള്ളത്, തൗഹീദ് എന്നുള്ളത്, ഈമാൻ എന്നുള്ളത് അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ അവൻ കൊടുക്കുകയില്ല. നമ്മൾക്കിത് ഈ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനറിയിക്കുന്നുണ്ട്? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, നൂഹ് നബിയുടെ മകനെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉപ്പയെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ നമ്മളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഈ ദുനിയാവിൽ വേറെന്താണുള്ളത്?